ബൽറാം, ഒരു നിമിഷം. ജമ്മു കാശ്മീരിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. ജമ്മുവിൽ വ്യോമാക്രമണ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തി. സാംബയിൽ വെടിവയ്പ് തുടരുകയാണ്. വിവരങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വിജയകുമാർ നൽകും. വിജയകുമാർ, ഏറ്റവും ലേറ്റസ്റ്റായി വന്ന വിവരം എന്താണ്? ജമ്മു കാശ്മീരിൽ നിന്ന് രൂക്ഷമായ പാകിസ്ഥാൻ സൈനിക നീക്കത്തിന്റെ വിവരങ്ങളാണ് വരുന്നത്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ ഫലപ്രദമായി തടുത്തിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ച് സിവിലിയൻ മേഖല ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പാകിസ്ഥാന്റെ ഡ്രോണുകൾ കൂട്ടം കൂട്ടമായി ഇന്ത്യൻ മേഖലയിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളുടെ S-400 എന്ന നമ്മളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തന്നെ ഈ ഡ്രോണിനെ തകർത്തിട്ടുണ്ട്. സിവിലിയൻ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഡ്രോണുകൾ ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നത്. അതിനിടയിൽ സാംബ സെക്ടറിൽ രൂക്ഷമായ വെടിവെപ്പും നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ F-16 വിമാനങ്ങൾ ഉപയോഗിച്ചാണ് F-16 വിമാനങ്ങളും ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചു എന്ന വിവരമുണ്ട്. എന്തായാലും ഏതെങ്കിലും ഒരു ടാർഗറ്റ്, ഏതെങ്കിലും ഒരു ലക്ഷ്യം തകർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഇത് വിവിധ വാർത്താ ഏജൻസികൾ നൽകുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാകിസ്ഥാന്റെ ഈ ദിവസങ്ങളിൽ തുടർച്ചയായി പാകിസ്ഥാൻ ഇന്ത്യൻ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇന്നലെ ഏതാണ്ട് 15 കേന്ദ്രങ്ങൾ, ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലെ 15 കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയത്. ഏതാണ്ട് അതേ നീക്കം തന്നെയാണ് ഈ രാത്രി വൈകുന്നേരം ആവുമ്പോഴേക്ക് വീണ്ടും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ഡ്രോണുകളാണ് ഈ ആക്രമണത്തിന് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ഈ ഡ്രോൺ നമ്മളുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ അതിനെ തകർത്തു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും വരുന്ന വിവരങ്ങൾ. ജമ്മു ഏതാണ്ട് പൂർണ്ണമായും ഇരുട്ടിലാണ്. അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. ജനങ്ങൾ അവർക്ക് സുരക്ഷിതരായി നിൽക്കേണ്ട സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സൈറനുകൾ തുടർച്ചയായി മുഴങ്ങുന്നുണ്ട്. കുപ്വാര, ജമ്മു തുടങ്ങിയ മേഖലകളിൽ, കുപ്വാരയിലും ജമ്മുവിലും സൈറൻ തുടർച്ചയായി മുഴങ്ങുന്നുണ്ട്. ആ സൈറൻ ശബ്ദം കേൾക്കുന്നു എന്നാണ് പറയുന്നത്. അത് കുപ്വാരയിലും ജമ്മുവിലാണ്. സാംബയിൽ രൂക്ഷമായ വെടിവെപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ജമ്മു കാശ്മീർ മേഖലയിൽ അതിശക്തമായ പാക് പ്രകോപനമാണ്. ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ലക്ഷ്യം ഭേദിക്കാൻ ഇതുവരെ ഒരു നിമിഷം നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ വിജയകുമാറിലേക്ക് മടങ്ങി വരാം. വിജയകുമാർ, താങ്കൾക്ക് തുടരാം. പാക് മിസൈലുകളാണ് ഇന്ത്യൻ ലക്ഷ്യമാക്കി ജമ്മു കാശ്മീരിലേക്ക് വന്നത്. ആ 8 എണ്ണത്തെയും നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ഇൻ ജമ്മു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജമ്മു പൂർണ്ണമായും ഇരുട്ടിലാണ്. പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണ ശ്രമമാണ് ഇന്ത്യൻ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതിശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ നീക്കം പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും ഒടുവിലും വരുന്ന വിവരങ്ങൾ. ജമ്മു എയർ സ്ട്രിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ജമ്മുവിലെ വിവിധ സൈനിക മേഖലകൾ, അതുപോലെ സിവിലിയൻ മേഖലകൾ, ഇതൊക്കെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ആകാശത്ത് വെച്ച് തന്നെ ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാനും അതിനെ തുരത്താനും തകർക്കാനും ഇന്ത്യയുടെ S-400 എന്ന നമ്മളുടെ S-400 സുദർശന എന്ന നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറെ ആശ്വാസം. ജനങ്ങൾ സുരക്ഷിതമായി അവരവരുടെ വീടുകളിൽ, അതുപോലെ തന്നെ ബങ്കറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തുടരുക എന്ന നിർദ്ദേശമാണ്. ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ് ജമ്മു. അതുപോലെ തന്നെ രാജസ്ഥാനിലും സമാനമായ നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീണ്ടും ശ്രദ്ധിക്കുക, രാജസ്ഥാനിലും സമാനമായ ഒരു ബ്ലാക്ക് ഔട്ട് നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. 8 പാക് മിസൈലുകളാണ് ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നത്. S-400 നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനം. അത് ഒന്നും ലക്ഷ്യം കണ്ടിട്ടില്ല എന്ന വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ജമ്മു എയർപോർട്ടിന് മുകളിൽ നിന്ന് സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. അത് എയർപോർട്ടിനെ ലക്ഷ്യമാക്കി വന്ന മിസൈലുകൾ. S-400 സിസ്റ്റം ഹാസ് ഡിസ്ട്രോയിഡ് 8 പാകിസ്ഥാൻ മിസൈൽ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ ശ്രമിക്കുന്നുണ്ട്.
അതിലൊന്നും വിജയിച്ചിട്ടില്ല. മുഴുവൻ നമ്മുടെ S-400 മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നിട്ടുണ്ട്. ഒരു ലക്ഷ്യവും ഭേദിക്കാൻ കഴിഞ്ഞിട്ടില്ല. മിസൈലുകളെ വിജയകരമായി പ്രതിരോധിച്ചു എന്ന വിവരമാണ് ജമ്മു കാശ്മീരിൽ നിന്ന് വരുന്നത്.